ഹലോ ഗായ്സ്, ഓണൊക്കെ ആയില്ലേ? അപ്പം നമുക്ക് എന്തായാലും ഒരു മുല്ലപ്പൂക്കെ ഉണ്ടാക്കണ്ടേ? അതിനായിട്ട് നമുക്ക് വെറും 8 ടിഷ്യൂ പേപ്പേഴ്സ് മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പേഴ്സിൻ്റെ രണ്ടറ്റവും യു ഷേപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഐഡിയ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഇന്ത്യയിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ്. പ്രത്യേകിച്ച് ഈ മുല്ലപ്പൂകളൊന്നും കിട്ടാത്ത സാഹചര്യങ്ങൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിനെ നല്ലോണം സെപ്പറേറ്റ് ആക്കി എടുക്കുക. എന്നുവെച്ചാൽ ഡബിൾ അപ്ലൈ ഉള്ള ടിഷ്യൂ ആണെങ്കിൽ ഒരു നല്ലോണം എന്താ പറയുക സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ രണ്ടെണ്ണമാക്കി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചൊന്ന് ഇതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒന്നായി കിട്ടും കേട്ടോ. അങ്ങനത്തെ കുറേ എണ്ണം ആക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിന് ശേഷം നമ്മളൊരു ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോവും കൂടി മിക്സ് ആക്കുക. എന്നിട്ട് നമുക്കൊരു കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റ് ഗ്രീനും യെല്ലോവും കൂടി മിക്സ് ആക്കുന്നത് കേട്ടോ. അതിന് ശേഷം കുറച്ച് ഫിംഗറിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തതിനാൽ ഇതുപോലെ നല്ല ഗ്രീനായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ തണ്ട്. അങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിനും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു സൂചി നൂലെടുത്തിട്ട് അതിനെ കോർത്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കെട്ടിക്കൊടുത്താലും മതി. കെട്ടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചും കൂടിയും ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം ഇതുപോലെ കോർത്തെടുക്കാം കേട്ടോ. കോർത്തെടുക്കൽ വളരെ സിമ്പിളായ പരിപാടിയാണ്. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇപ്പം തന്നെ ഞാൻ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുഞ്ഞി കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമാരെ കൊണ്ടൊക്കെ ചെയ്യിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം സൂചിയൊക്കെ നമ്മൾ കയ്യിൽ കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കോർത്തെടുത്തിട്ട് അറ്റം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. മുടിക്ക് കുത്തിയിട്ടായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ മുടിയിൽ കുത്തിയിട്ടുള്ള പിക്ചർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. കണ്ട ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.